ഹായ്, രാവിലെ തന്നെ അനീഷിന്റെ പട്ടി ഷോ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണും മിക്കവാറും. അതായത് താൻ ഒരു കോമണറാണ്, ബാക്കി എല്ലാവരും ആക്ടേഴ്സ് ആണ്, അവരെല്ലാവരും ഇവിടെ അഭിനയിച്ചാണ് നിൽക്കുന്നത്. എല്ലാ സീസണുകളിലും അങ്ങനെ തന്നെയാണ്, ഞാൻ മാത്രമാണ് സാധാരണക്കാരൻ, ഇവിടെ എല്ലാ കോണ്ടസ്റ്റൻസും സാധാരണക്കാരായിരിക്കണം എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ സാധാരണക്കാരാണ്, എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യുകയാണ് എന്ന് ആക്കി തീർക്കാൻ വേണ്ടി രാവിലെ തന്നെ അനീഷ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. സാബു മോൻ ഒരു ആൻസർ കൊടുത്തിട്ട്, അതായത് ബിഗ് ബോസ് സീസൺ 1 വിന്നറായിട്ടുള്ള സാബു ഒരു ആൻസർ കൊടുക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് വിട്ടുപോകുന്നു. ആ ആൻസർ എന്ന് പറയുന്നത്, ഇവിടെ വന്നതിന് ശേഷം ഇവര് സെലിബ്രിറ്റീസ് ആണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അനീഷ് പറയുന്നു ഇല്ല. അവരങ്ങനെ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? അപ്പോൾ അനീഷ് പറയുന്നു ഇല്ല. അപ്പോൾ അതിൽ തന്നെ ഇല്ലേ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് സാബു മോൻ പോകുന്നു. പക്ഷെ അനീഷ് വിടുന്നില്ല. എനിക്ക് ഉത്തരം തന്നിട്ട് പോകൂ, എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ട് പോകൂ എന്നാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാബു മോൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല, പുള്ളി വിട്ടുപോയി. അനീഷ് അവിടെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അനീഷിൻ്റെ ഉദ്ദേശം, താൻ മാത്രമാണ് സാധാരണക്കാരൻ, ബാക്കി എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, അഭിനേതാക്കളാണ്, അവരെല്ലാവരും ഇവിടെ അഭിനയിച്ച് നിൽക്കുന്നു, അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാൻ മാത്രമാണ് സാധാരണക്കാരൻ, ഞാൻ പാവമാണ് എന്നുള്ള തരത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് കൃത്യമായി സാബുവിന് മനസ്സിലായി. സാബു തിരിച്ച് പ്രതികരിക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പക്ഷെ മാക്സിമം പുള്ളി ചൊറിയുന്നുണ്ട്. അതായത് അനീഷ് മാക്സിമം ചൊറിയുന്നു, സാബു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെ പല ആൾക്കാരും ചിന്തിക്കും സാബുവിന് ഉത്തരമില്ലാത്തതുകൊണ്ടാണ് മിണ്ടാതെ പോകുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ സാബു ഒരു കണ്ടസ്റ്റൻ്റ് അല്ല, അനീഷ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സാബു ഇവിടെ ഒരു ഗസ്റ്റാണ്. സാബു തിരിച്ച് പ്രതികരിക്കില്ല. അതങ്ങനെയാണ്. ബുദ്ധിയുള്ള ഒരാളും അവിടെ പ്രതികരിക്കാൻ നിൽക്കില്ല. സാബു ഇവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എങ്കിൽ അനീഷിനെ തല കുത്തി നിർത്തിയേനെ. സാബു എന്താണ് എന്ന് ബിഗ് ബോസ് സീസൺ 1 കണ്ടവർക്ക് കൃത്യമായി അറിയാം. അനീഷിനൊന്നും മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയറാണ്. ആ മനുഷ്യനോട് അനീഷ് ഈ ഓഞ്ഞ കേസുമായി മുട്ടാൻ പോയി കഴിഞ്ഞാൽ സാബു അനീഷിനെ തല കുത്തി നിർത്തും. അതായത് ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എങ്കിൽ അനീഷിനെ തല കുത്തി നിർത്തിയേനെ സാബു. കാരണം അമ്മാതിരിയുള്ള ഒരു ഗെയിമറാണ് സാബു. അനീഷ് ഒന്ന് കളിച്ചു, കിട്ടിയാൽ കിട്ടി, ഒരു കണ്ടന്റ് കിട്ടി, തനിക്ക് ഇതിലൂടെ ഫേമസ് ആവാം എന്ന് വിചാരിച്ചു. പക്ഷെ സാബു മൈൻഡ് പോലും ചെയ്തില്ല. കാരണം അനീഷിനറിയാം സാബു പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു കണ്ടന്റായി മാറും, ബിഗ് ബോസ് അത് ഒപ്പിയെടുക്കും, പ്രേക്ഷകരെ കാണിക്കുമെന്ന്. അതിലൂടെ തനിക്ക് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് അനീഷ് ചിന്തിച്ചു. പക്ഷെ സാബു മൈൻഡ് ചെയ്തില്ല. കൃത്യമായി സാബുവിന് മനസ്സിലായി. കാരണം സീസൺ 1 വിന്നറാണ്, മൈൻഡ് ഗെയിമറാണ്, പുള്ളിക്ക് അറിയാം. പുള്ളി ഒരു ഗെയിമർ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന അനീഷിനെ പിന്നെ വാ തുറക്കാൻ പുള്ളി സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും അനീഷിന്റെ പ്ലാൻ ചീറ്റിപ്പോയി, പട്ടി ഷോ ഇല്ലാതായി പോയി എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.